പരിശുദ്ധ അമ്മ ഇരുട്ടിൽ തെളിയുന്ന ദീപമാണ്, അന്ധകാരത്തിൽ പ്രകാശമാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാലോ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിറയാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് പരസ്നേഹ പ്രവൃത്തികളും ചെയ്യാനാണ്. രണ്ടും അതിൻ്റെ പൂർണ്ണതയിലുള്ള വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിന് ചെല്ലുന്നു, അവരുടെ ഇരുട്ടിൽ പ്രകാശമായി മാറുന്നു. പരിശുദ്ധ അമ്മ വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, അവരുടെ ശാരീരിക മാനസിക വിഷമതകളിൽ പ്രകാശമായി പരിശുദ്ധ അമ്മ മാറുന്നു. ഈശോ കുരിശന്റെ വഴികളിലൂടെ നടക്കുമ്പോൾ, കുരിശും ചുമന്ന് നടക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു കരുത്തായി പരിശുദ്ധ അമ്മ മാറാണ്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ കരുത്തായി പരിശുദ്ധ അമ്മ കൂടെ വരും. കുരിശ് ചുമക്കാൻ കരുത്തില്ലാതാകുമ്പോൾ, ജീവിതത്തിൽ പ്രത്യാശയില്ലാതാകുമ്പോൾ, കടക്കണിയിൽ കുടുങ്ങുമ്പോൾ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുമ്പോൾ, വല്ലാതെ നുറുങ്ങുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടിരിക്കും, ഇരുട്ടിൽ പ്രകാശമായി. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.